വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ബി. പണം അച്ചടിച്ചിറക്കുന്നു. സി. വായ്പകൾ നൽകുന്നു. ഡി. ലോക്കർ സൗകര്യം നൽകുന്നു. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ബി. പണം അച്ചടിച്ച് ഇറക്കുന്നു. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ബി ആണ്. പണം അച്ചടിച്ചിറക്കുന്നു. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആര്? എ. ശാരദ മുരളീധരൻ. ബി. എ. ജയതിലക്. സി. വി. വേണു. ഡി. വി. പി. ജോയ്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആര്? ഉത്തരം ബി. എ. ജയതിലക്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി എ. ജയതിലക്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്ത്? എ. ഓപ്പറേഷൻ വിജയ്. ബി. ഓപ്പറേഷൻ ബ്രഹ്മ. സി. ഓപ്പറേഷൻ മേഘദൂത്. ഡി. ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്ത്? ഉത്തരം ഡി. ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. എ. വകുപ്പ് 18. ബി. വകുപ്പ് 22. സി. വകുപ്പ് 26. ഡി. വകുപ്പ് 30. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. ഉത്തരം ഡി. വകുപ്പ് 30. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ്. വകുപ്പ് 30 പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട്. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. എ. വകുപ്പ് 18. ബി. വകുപ്പ് 22. സി. വകുപ്പ് 26. ഡി. വകുപ്പ് 30. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. ഉത്തരം സി. വകുപ്പ് 26. അതായത് ആർട്ടിക്കിൾ 26 പ്രകാരം മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. എ. വകുപ്പ് 18. ബി. വകുപ്പ് 22. സി. വകുപ്പ് 26. ഡി. വകുപ്പ് 30. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ഉത്തരം ബി. വകുപ്പ് 22. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം, അതായത് ആർട്ടിക്കിൾ 22 പ്രകാരം അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള സംരക്ഷണമാണ്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. വകുപ്പ് 18. വകുപ്പ് 22. സി. വകുപ്പ് 26. ഡി. വകുപ്പ് 30. ഉത്തരം എ. വകുപ്പ് 18. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ഉത്തരം എ. വകുപ്പ് 18. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? എ. ആർ. എസ്. ഗവായ്. ബി. സഞ്ജീവ്. സി. ബി. ആർ. ഗവായ്. ഡി. ഡി. വൈ. ചന്ദ്രചൂഡ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് എന്താണ്? ഉത്തരം സി. ബി. ആർ. ഗവായ്. ബി. ആർ. ഗവായ് ആണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. എ. വിദ്യാഭ്യാസം. ബി. വനം. സി. ഇൻഷുറൻസ്. ഡി. പോലീസ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക.
ഉത്തരം സി. ഇൻഷുറൻസ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് ഇൻഷുറൻസ്. മിനി ഭരണഘടന ഭേദഗതി ഏത്? എ. 42ാമത് ഭേദഗതി, ബി. 61ാമത് ഭേദഗതി, സി. 74ാമത് ഭേദഗതി, ഡി. 91ാമത് ഭേദഗതി. മിനി ഭരണഘടന ഭേദഗതി ഏത്? ഉത്തരം എ. 42ാമത് ഭേദഗതി. മിനി ഭരണഘടന ഭേദഗതി 42ാമത് ഭേദഗതിയാണ്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്നും 18ആയി കുറച്ച ഭേദഗതി ഏത്? എ. 42ാം ഭേദഗതി, ബി. 61ാം ഭേദഗതി, സി. 74ാം ഭേദഗതി, ഡി. 91ാം ഭേദഗതി. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്നും 18ആയി കുറച്ച ഭേദഗതി ഏത്? ഉത്തരം ബി. 61ാം ഭേദഗതി. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എ. എസ്. ഹരികിഷോർ, ബി. എ. ഷാജഹാൻ, സി. പ്രണവ് ജ്യോതിനാഥ്, ഡി. രത്തൻ യു. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം എ. ഷാജഹാൻ. കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ എ. ഷാജഹാൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആര്? എ. പ്രധാനമന്ത്രി, ബി. മുഖ്യമന്ത്രി, സി. രാഷ്ട്രപതി, ഡി. ഗവർണർ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാര്? ഉത്തരം ഡി. ഗവർണർ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണറാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? എ. കൊൽക്കത്ത, ബി. ഡൽഹി, സി. ബോംബെ, ഡി. ലാഹോർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഡി. ലാഹോർ. ലാഹോറിൽ വെച്ചായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത്. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? എ. വിക്രം മിശ്രി, ബി. വിനയ് മോഹൻ, സി. വിജയ് കേശവ് ഗോഖലെ, ഡി. എസ്. ജയശങ്കർ. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? ഉത്തരം എ. വിക്രം മിശ്രി. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിക്രം മിശ്രിയാണ്. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യം വികസന എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി എന്ത്? എ. പ്രചോദനം പദ്ധതി, ബി. മന്ദഹാസം പദ്ധതി, സി. പ്രതിഭ പദ്ധതി, ഡി. പരിണയം പദ്ധതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി എന്ത്? ഉത്തരം എ. പ്രചോദനം പദ്ധതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? എ. മൈസൂർ, ബി. ബാംഗ്ലൂർ, സി. പൂനെ, ഡി. ന്യൂഡൽഹി.
2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ഉത്തരം ഡി. ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം. എന്താണ് ക്യൂണികൾച്ചർ? എ. കൂൺ വളർത്തൽ, ബി. മുയൽ വളർത്തൽ, സി. പക്ഷി വളർത്തൽ, ഡി. കാട വളർത്തൽ. എന്താണ് ക്യൂണികൾച്ചർ? ഉത്തരം ബി. മുയൽ വളർത്തൽ. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തൽ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏത്? എ. ട്രോപ്പോനിൻ, ബി. ഗ്ലോബുലിൻ, സി. ഗാസ്ട്രിൻ, ഡി. ഗ്ലൂക്കഗോൺ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏത്? ഉത്തരം ബി. ഗ്ലോബുലിൻ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? എ. ക്ഷയരോഗം, ബി. ഡിഫ്തീരിയ, സി. ആന്ത്രാക്സ്, ഡി. മീസിൽസ്. ചുവടെ കൊടുത്തിരിക്കുന്നവ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഡി. മീസിൽസ്. ബാക്ടീരിയ രോഗം അല്ലാത്തത് മീസിൽസ് ആണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്ത്? എ. ആർദ്രം, ബി. ആശ്വാസകിരൺ, സി. സ്വാന്തനം, ഡി. താലോലം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി എന്ത്? ഉത്തരം എ. ആർദ്രം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? എ. നിശാന്തത, ബി. വായ്പുണ്ണ്, സി. സ്കർവി, ഡി. കണാരോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഡി. കണാരോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണാരോഗം. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര്? എ. വിജയ് ശർമ്മ, ബി. അജയ് ശർമ്മ, സി. വിജയ് ബംഗ, ഡി. അജയ് ബംഗ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര്? ഉത്തരം ഡി. അജയ് ബംഗ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. 2023 സി. വി. കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? എ. പി. സച്ചിദാനന്ദൻ, ബി. കെ. സച്ചിദാനന്ദൻ, സി. പെരുമ്പടവം ശ്രീധരൻ, ഡി. ബെന്യാമിൻ. 2023 സി. വി. കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം സി. പെരുമ്പടവം ശ്രീധരൻ. 2023 സി. വി. കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരന്.